ഹലോ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം. നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ പോർച്ചുഗൽ പാക്കത്തെ ഒരു ഹോണസ്റ്റ് റിവ്യൂ, എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ, ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഗെയിമിൽ റോണോയുടെ കാർഡ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്ന വളരെ ചുരുക്കമാണ്. അതായത് ഇപ്പം ആറ്റുനോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം കിട്ടുന്ന ഐറ്റം വെറുത്താണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. കാര്യം സ്റ്റാറ്റ്സ് ഒന്നും അത്ര ഇല്ല. അതായത് ഫ്രീ കാർഡിന് പോലും അതിൻ്റെ ഒരു ലെവലിലുള്ള സ്റ്റാറ്റ്സ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. അത്രയ്ക്കും മോശമാണോ ഇല്ലയോ എന്നുള്ള ഒരു ഒപ്പീനിയനാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളിപ്പോൾ എടുക്കാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ എടുത്തോളാനാണ്. കാര്യം നമുക്ക് ആ ഒരു പാക്കിൽ നമുക്ക് റോണോ മാത്രമല്ലാണ്ട് നമുക്ക് നമ്മുടെ റഫേലിയോനെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ റൂബൻ ഡിയാസ് നല്ലൊരു ഡിസ്ട്രോയർ CBന് കിട്ടുന്നുണ്ട്. സ്പീഡ് കുറച്ച് കമ്മിയാണ്. സ്പീഡ് ഇല്ലാത്ത ഡിസ്ട്രോയേഴ്സിന് യൂസ് ചെയ്യുന്ന, സ്പീഡുള്ള ഡിസ്ട്രോയർ, നമ്മുടെ റോഡിയറിനെ പോലത്തെ ഡിസ്ട്രോയേഴ്സിന് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ കാർഡ് ഒരു ബുദ്ധിമുട്ടായി എടുത്തു പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് ഒക്കെ ആയിരിക്കും. അതുപോലെ നമ്മുടെ നല്ലൊരു ഓർക്കസ്ട്രേറ്ററിനെയും ഈ ഒരു പാക്കിൽ കിട്ടുന്നുണ്ട്, വെന്റിന അവരുടെ. നൈസായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പം വെർത്തില്ലായ്മ എങ്ങനെ ഒരു ഉണ്ടാകത്തില്ല. പിന്നെ റോണോ വെർത്താണോ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു പാക്കത്തെ കാർഡ് കുറച്ചുകൂടി വെർത്ത് സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈമിൽ ആൾ അത്യാവശ്യം കളിക്കുന്നുണ്ട്. സ്റ്റാറ്റ്സ് ഒരു അത്ര ഇല്ലെങ്കിലും ആൾക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ഇൻ ഗെയിം പെർഫോമൻസ് ഉണ്ട്. അതൊരു പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവരെ എടുത്ത് മാറ്റിയേക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെസ്സിയുടെ ആ ഒരു സ്റ്റാറ്റ്സ് കാരണം ഇപ്പം നമ്മുടെ ഗ്രീസ്മാനും മെസ്സിയൊക്കെ നല്ല കേള് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിപ്പം അടുത്തൊരു അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ പാക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവരെ എടുത്ത് മാറ്റുന്ന പോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ചിലപ്പോൾ എടുത്ത് മാറ്റിയേക്കാം. പക്ഷെ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയത്തിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ഉള്ള കാർഡാണ്. അതായത് ഇപ്പം അങ്ങനെ വലിയ കുറവായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫിസിക്കലും ആള് ബോൾ എടുക്കാനുള്ള ഒരു ഇതും അത്യാവശ്യം റണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഇൻ ഗെയിമിലുള്ള ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ 98 കളിയിൽ നിന്നും 94 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതൊരു വർത്ത് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ എടുക്കാൻ നോക്കുക. സ്റ്റാറ്റ്സ് പിന്നെ ഒരുപാട് ഇപ്പം കിക്കുമ്പോൾ ഈ കാർഡ് അത്യാവശ്യമുണ്ട്. അൺവേവറിങ് അല്ല, അതൊരു ചിലപ്പോൾ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊരു വേറൊരു സേവിനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം അൺവേവറിങ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഫോം ഔട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ റൊണോയുടെ ഇത് നമുക്കറിയാമല്ലോ, ഫോമിലാണ് എപ്പോഴും കിടക്കുള്ളൂ. അൽ നാസർ ആയതുകൊണ്ട് അവരുടെ ലൈവ് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. ആ ഒരു റീസൺ കൊണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ആൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കാർഡാണ്. കുറച്ച് ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാൻ നോക്കുക. എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പം നിങ്ങളൊരു ക്രിസ്ത്യാനോ ഫാനാണ്, നിനക്ക് നല്ലൊരു ഡിസ്റ്റോർ CB ആണ്, നല്ലൊരു ഓർക്കസ്ട്രേറ്ററിന് നല്ലൊരു പ്രോളിഫിക് വിങ്ങറിനെ വേണം. ആ ഒരു സെറ്റപ്പിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എടുത്തോ, അത്രേ ഞാൻ പറയത്തുള്ളൂ. അപ്പം black and eyes make my way into your mind, just to know